കഴിഞ്ഞ ദിവസം നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നത്. ഇതിന്റെ ഔട്ടർ ഡയമെൻഷൻസ് എത്രയാണെന്ന് ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചു. ഇതിന്റെ ലെങ്ത് വരുന്നത് 38 ഫീറ്റ് ആണ്. അതുപോലെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 33 ഫീറ്റ് ആണ്. ഇതിന്റെ ഔട്ടർ ഡയമെൻഷൻസ് വരുന്നത് 33 ഫീറ്റ് ആണ്. അതുപോലെ ഇതൊരു ഈസ്റ്റ് ഫേസിങ് പ്ലാൻ ആണ്. ഇതൊരു ഈസ്റ്റ് ഫേസിങ് ആയിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ 2 വരാന്ത സ്പേസിങ് 2 സിറ്റിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫോയർ ഏരിയയിലേക്ക് കയറി അവിടെ നിന്നാണ് നമ്മുടെ ഫാമിലി ലിവിംഗിലേക്ക് നമ്മൾ കയറുന്നത്. നമ്മുടെ ലിവിംഗ് റൂമിൽ ഒരു എൽ ഷേപ്പിൽ ഒരു സിറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ടി വി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗിൽ നേരെ കയറുന്നത് നമ്മുടെ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. നമ്മുടെ ഫാമിലി ലിവിംഗ് ഏരിയയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ടു സ്കൈ കോട്ടിയാണ്. നമുക്ക് മാക്സിമം ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ഓപ്പൺ ടു സ്കൈ കോട്ടയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നമുക്ക് കുറച്ച് വെന്റിലേഷൻ കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമുക്ക് മാക്സിമം വെന്റിലേഷൻ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഒരു ഓപ്പൺ ടു സ്കൈ കോട്ടയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ശകലം കുറച്ച് പേവിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കയറുന്ന ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു സൈഡ് ഫുൾ ഓപ്പൺ ഒരു ഫുൾ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബേ വിൻഡോ ആണ്. നമ്മൾ ഇവിടെ ഒരു 2-3 സിറ്റിംഗ് സ്പേസും ഈ വിൻഡോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ കിച്ചണിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നമുക്കൊരു ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു, ഒരു ഐലൻഡ് കിച്ചൺ വേണം എന്നുള്ളത്. ഇവിടെ നമ്മളൊരു ഐലൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിന്റെ വർക്ക് ഏരിയ ഇടയ്ക്കുള്ള പോർഷനിൽ നമ്മളൊരു ഐലൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഒരു കിങ് സൈസ് ബെഡാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഒരു കാർപ്പറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡിൽ നിന്ന് വെന്റിലേഷൻ വരുന്ന രീതിയിൽ ഒരു കിങ് സൈസ് ബെഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു സൈഡിൽ ഒരു സ്റ്റഡി ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വാർഡ്രോബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രസ്സർ സ്പേസ് കഴിഞ്ഞിട്ടാണ്, ഒരു ബഫർ സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രസ്സറും ഒരു ടോയ്ലറ്റും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ബെഡ്റൂമും സെയിം പാറ്റേൺ ലേഔട്ട് തന്നെയാണ്. നമുക്ക് 2 സൈഡിൽ നിന്ന് വെന്റിലേഷൻ, ക്രോസ് വെന്റിലേഷൻ നമുക്ക് ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ക്യൂൺ സൈസ് ബെഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു സ്റ്റഡി ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമ്മളൊരു ഡ്രസ്സർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ് വിത്ത് ഡ്രസ്സർ സ്പേസ്, പിന്നെ അവിടെ നിന്ന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. പിന്നുള്ളത് ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഈ ഗസ്റ്റ് ബെഡ്റൂമിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഈ റൂമിൽ നമ്മൾ ഡ്രസ്സർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ബട്ട് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദിച്ച പോലെ ഇതിന്റെ ഔട്ടർ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 38 ഫീറ്റ് ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 33 ഫീറ്റ് ആണ്. താങ്ക് യു. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.